ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് കുറച്ച് ടിപ്സാണ്. അല്ലാതെ ഇന്ന് സെയിൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് താമര നടുമ്പോൾ ഞാനിപ്പോൾ ഒരു 2 വർഷമായിട്ട് എൻ്റെ കയ്യിൽ താമര ചെടിയുണ്ട്. അപ്പോൾ ഈ 2 വർഷമായിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് താമര ചെടി നട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമുണ്ടായ കുറേ പ്രോബ്ലംസ് എന്ന് പറഞ്ഞത് ട്യൂബർ ചീഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പായൽ വരുന്നു, നിറച്ച് പായൽ, എന്നിട്ട് വെള്ളം അങ്ങ് പച്ച കളർ പോലെ ആവുന്നു. അതുപോലെ തന്നെ ഒച്ചിൻ്റെ പ്രശ്നം, ഫംഗസ് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ചെറിയ വാൽമാക്രി ഉണ്ടല്ലോ അതിൻ്റെ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് മെയിനായിട്ടുള്ള പ്രോബ്ലംസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫേസ് ചെയ്ത കാര്യമെന്ന് വെച്ചാൽ ഈ ട്യൂബർ അങ്ങ് അപ്പം ഞാൻ വെച്ചിരുന്ന ട്യൂബറെല്ലാം, എത്ര ട്യൂബർ, വലിയ ട്യൂബർ വെച്ചാലും ചെറിയ ട്യൂബർ വെച്ചാലും വെക്കുന്ന ട്യൂബറെല്ലാം എനിക്ക് അഴുകി പോകുന്നു. അതിന് ഒന്നാമതായിട്ട് ഞാൻ കാണിച്ചൊരു ആന മണ്ടത്തരം എന്ന് പറയുന്നത് ചാണകം ഉണ്ടല്ലോ. ഞാനൊരു ഒരു ബക്കറ്റോളം എന്നുവെച്ചാൽ ഏകദേശം ഒരു 1 കിലോ മുതൽ 2 കിലോ അത്രയും ഞാൻ ഈ പൊടി ചാണകം ഉണ്ടല്ലോ, ചാണകം ഉണക്കി പൊടിച്ചത് അതിടുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ആ ഒരു എന്താ പറയുക, മണ്ണിൻ്റെ വളമുണ്ടല്ലോ, ആ മണ്ണിൻ്റെ വളത്തിൻ്റെ അതനുസരിച്ച് നമുക്ക് ചാണകം മതി. അല്ല നമുക്ക് ഒരു ടബിൽ തന്നെ കുറേ ചാണകവും കുറേ NPK ഡാപ്പും എല്ലുപൊടിയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട. ഞാൻ ഇങ്ങനെ യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടൊക്കെയാണ് ഇത് വെക്കാൻ തുടങ്ങിയത്. അപ്പം ഞാൻ കണ്ട യൂട്യൂബ് വീഡിയോസിലെല്ലാം ഒത്തിരി ചാണകവും ഒത്തിരി NPKയും ഒത്തിരി എല്ലുപൊടിയൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നൊരിതാണ് കണ്ടത്. അപ്പം ഞാനതാണ് ഫോളോ ചെയ്ത് വന്നത്. പക്ഷേ എനിക്ക് അത് എന്താ പറയുക, അത്രയും ഓവറായിട്ടൊരു വളം നമ്മൾ കൊടുക്കുമ്പം നമുക്ക് അമിതമായി പായൽ വരാനും നമ്മുടെ ട്യൂബർ ചീഞ്ഞു പോകാനുള്ള ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ അറിയാൻ വയ്യാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. പലർക്കും ഇതറിയാം. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ മണ്ണിൻ്റെ ആ ഒരു വളക്കൂറ്, നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ നമ്മളൊരു 4-5 പിടി ചാണകത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു അരപ്പിടി എല്ലുപൊടി അതിൻ്റെ, അല്ലെങ്കിൽ 1-2 സ്പൂൺ എല്ലുപൊടി, അതും മണ്ണും അത്രയും മതി. പിന്നെ നമ്മൾ ആ പ്ലാന്റിൻ്റെ ഗ്രോത്ത് അനുസരിച്ച് ഒരു മാസത്തിൽ 1-2 തവണ NPK വെച്ച് കൊടുക്കുക. മനസ്സിലായോ? അല്ലാതെ എനിക്ക് പറ്റിയ അബദ്ധം, ഇതിപ്പം മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കൂടുതലും യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇങ്ങനെ എന്താ പറയുക, ചാണകം, ഈ പച്ച കളർ ചാണകം കൂടിയെന്ന് പറഞ്ഞ് ആരും വന്നിട്ടില്ല. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, എൻ്റെ ടബ് നിറച്ച് പായലാവുന്നു, പച്ച കളറാവുന്നു, പ്ലാന്റ് മുരടിച്ച് പോകുന്നു, ഗ്രോത്ത് ആവുന്നില്ല, ട്യൂബർ ചീഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെ യൂട്യൂബ് വീഡിയോസിൽ ഒത്തിരി കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നേരം എനിക്കും ഇതേ സെയിം പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ഞാനത് എന്തുകൊണ്ടാണ് എനിക്കും അങ്ങനെ ആവുന്നത് എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഞാനിങ്ങനെ നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഒക്കെയാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എനിക്ക് മനസ്സിലായി. എൻ്റെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓവറായിട്ട് ഞാൻ വളം കൊടുക്കുമായിരുന്നു. ഓവർ വളം കൊണ്ടായിരുന്നു എൻ്റെ ട്യൂബർ ചീഞ്ഞു പോയത്. അപ്പം മെയിൻലി ഞാൻ ചാണകമാണ് കൂടുതലും കൊടുത്തിരുന്നത്. ഈ ചാണകം അമിതമായിട്ട് ചെല്ലുന്ന കാരണം ഞാൻ പറഞ്ഞല്ലോ, 1 കിലോ മുതൽ 2 കിലോ വരെ ഞാൻ ചാണകപ്പൊടി ഇടുമായിരുന്നു. അപ്പം അത്രയും എമൗണ്ട് ഓഫ് ചാണകപ്പൊടി ഒരു ടബിൽ കൊടുത്തത് കാരണം തന്നെ ചെറിയ ട്യൂബറൊന്നും ഉറപ്പായിട്ടും ഡെഫിനറ്റായിട്ടും അത് ചീഞ്ഞു പോകും. പിന്നെ വലിയ ട്യൂബറൊക്കെ ആണെങ്കിൽ ഒരുമാതിരി പിടിച്ചു വരും. അതും അതിന് ജീവനുണ്ടെങ്കിൽ, ഭാഗ്യമുണ്ടെങ്കിൽ. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ കുറേ ട്യൂബേഴ്സ് എനിക്ക് ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പം ഇനി പുതിയതായിട്ട് താമര നടുന്ന ആൾക്കാർ ഈ ഒരു പോയിന്റ് മനസ്സിൽ വെച്ചേക്കണം. അമിതമായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പച്ച കളറിൽ അമിതമായിട്ട് ഈ ആൽഗയുടെ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ, വെള്ളം അങ്ങ് കടും പച്ച കളർ പോലെ ആവുന്നു, അങ്ങ് ഡാർക്ക് കളർ ആവുന്നു, എന്നിട്ട് ഇങ്ങനെ പത പോലെ ഇങ്ങനെ വൈറ്റ് കളറിലെ പത പോലെ ഇങ്ങനെയൊക്കെ, അങ്ങനെ പത പോലെയൊക്കെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, നിങ്ങൾ കൊടുക്കുന്ന വളം കൂടിയ അളവിൽ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയുന്ന അതേ രീതി ഫോളോ ചെയ്യൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക.
ചാണകത്തിൻ്റെയോ നിങ്ങൾ കൊടുക്കുന്ന NPKയുടെയോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എല്ലുപൊടിയും അല്ലെങ്കിൽ മറ്റെന്ത് വളമാണോ നിങ്ങൾ അടിവളമായിട്ട് കൊടുക്കുന്ന പോട്ട് മിക്സിൻ്റെ ബേസിക് മിക്സായിട്ട് കൊടുക്കുന്ന അതൊന്ന് കുറച്ച് കൊണ്ടുവരിക. അപ്പം നിങ്ങൾക്കത് അറിയാൻ പറ്റും. ആ പെതുക്കെ ചാണകത്തിൻ്റെയും അതിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് നമ്മുടെ പായലിൻ്റെ ആ ഒരു ഇത് മാറി വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടല്ലോ. എന്നിട്ട് കമൻസ് ഇടണം കേട്ടോ. അതുപോലെ താമരച്ചെടി ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും ചെയ്യണം.